മിക്കവർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ഒരു ലാംബർട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതിന്റെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ സംഭവം വണ്ടി ഇത് എനിക്കും അറിയാൻ പാടില്ല സംഭവം. ഹൈ ഫ്രണ്ട്സ്, മോഡിഫൈഡ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1983 മോഡല് ലാംബർട്ടാണ്. ഇപ്പോൾ ഈ ലാംബർട്ട ഈ കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി കുന്നപ്പള്ളിയിലൊരു റിസോർട്ടുണ്ടാ. അത് തന്നെ നമുക്ക് ഈ റിസോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. ചാലക്കുടി കുന്നപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. ചാലക്കുടി പുഴയുടെ സൈഡിലായിട്ടുള്ള ഒരു റിസോർട്ടാണ് അത്. കണ്ടത് കൂട്ടുകാരായിട്ട് ഒരു ദിവസമൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ് നമ്മളിന്ന് കാണുന്നത്. ഈ റിസോർട്ടിലാണ് ഈ ഒരു ഓട്ടോറിക്ഷ ഈ ലാംബർട്ട കിടക്കുന്നത്. കണ്ട നോക്കി, ഇവിടേക്ക് ഇരുന്ന് അടിപൊളിയായിട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ടോ നോക്കി. ആഹാ, എന്താ സെറ്റപ്പ് നോക്കി. ജസ്റ്റ് നോക്കി ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ റൂം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റിസോർട്ടുണ്ട്. ഇതാണ് റിസോർട്ട്. അത്ര വലിയ റിസോർട്ടല്ല, എന്നാലും നമുക്കൊരു ഫാമിലി 1-2 ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ്. സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കി. കണ്ട അടിപൊളി നോക്കി. നമുക്ക് ഇതിൻ്റെ റൂം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. ആണ് റൂം കേട്ടോ. കിച്ചൺ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇത് മോളിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ഈ റിസോർട്ട് ചാലക്കുടി പുഴ മോളിൽ നിന്ന് കാണാനുള്ളൊരു ഏർമാടം പോലുള്ള സെറ്റപ്പാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഇവിടെ വൈകുന്നേരം സമയത്ത് ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടേക്ക് ഇരുന്ന് ജസ്റ്റ് ബീറൊക്കെ കഴിച്ച് നല്ല രസമായിരിക്കും സംഭവം. പിന്നെ നൈറ്റ് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കണ്ട വെറൈറ്റി സാധനം ഉണ്ട്. രാത്രിയാണെങ്കിൽ ലൈറ്റ് കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളി റിസോർട്ടാണ്. 1 ഡേ ട്രിപ്പൊക്കെ വരാൻ പറ്റിയ ഒരു റിസോർട്ടാണ്, ഫാമിലിയായിട്ട് വരാൻ പറ്റിയ ഒരു റിസോർട്ടാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ലാംബർട്ടയുടെ കൂടുതൽ ഡീറ്റെയിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. Set my heart afire. ലാംബർട്ടയുടെ ഓണർ ഇതൊരു വണ്ടിപ്രാന്തൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. പുള്ളിയുടെ വണ്ടികൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വില്ലീസ് നമ്മൾ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഒരു സെന്ന് മോഡിഫൈഡ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വണ്ടികൾ തന്നെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി നമ്മൾ വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ ഒരു ലാംബർട്ട ഉണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട വഴി നമ്മൾ ഓടി വരികയാണ് ചെയ്തത്. നമസ്കാരം. ഈ ഒരു ലാംബർട്ട എവിടെ നിന്നാണ് ഈ വണ്ടി വാങ്ങിയത്? അങ്കമാലിയിൽ നിന്നാണ് വാങ്ങിയല്ലേ? അപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ അപൂർവമായിട്ട് കാണുന്ന ഒരു വണ്ടിയാണ് ഇതൊക്കെ അല്ലേ? ഇതപ്പോൾ ഈ അങ്കമാലിയിൽ എങ്ങനെ ശരിക്കും വാങ്ങിയത്?
അങ്കമാലി അവിടെ ഒരു സൂര്യ എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അവിടെ കാട് പിടിച്ച് കിടക്കായിരുന്നു വണ്ടി. ഇത് ആകെ ഇതായിട്ട് കിടക്കായിരുന്നു, മോശമായിട്ട് കിടക്കായിരുന്നില്ല. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു അങ്ങനെ കെടുക്കണമെന്ന് നോക്കണ്ട, പേപ്പറൊക്കെ ക്ലിയർ ആണ്, 2024 വരെ പേപ്പർ ടാക്സ് ടെസ്റ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ കൊടുക്കുമെന്ന് വെച്ചപ്പോൾ ആള് പറഞ്ഞു കൊടുക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷേ ചെറിയ റേറ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഒരു 50 രൂപ റേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വാങ്ങിക്കോളാന്ന് പറഞ്ഞു. വണ്ടി വാങ്ങി അവിടെ നിന്ന് നേരെ ഫോട്ടോയിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് വണ്ടിയുടെ പാച്ച് വർക്ക്, പെയിൻറ്റിങ്, പിന്നെ മെക്കാനിക്കൽ പണി ഇവിടെ നായരങ്ങാടിയിൽ സുഖു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ അടുത്താണ് ചെയ്തത്. ആളാണ് ഇപ്പൊ ഈ ലാംബ്രട്ട എന്ന് പറഞ്ഞ വണ്ടി പണിയാൻ ആള് മാത്രം ഇവിടെ നിലവിലുള്ളൂ. ആളുടെ പേര് സുഖു. സുഖു അല്ലേ? അതെവിടെ കറക്റ്റ് സ്ഥലം? ആള് നായരങ്ങാടി അല്ലേ? പുള്ളി മാത്രമേ ഉള്ളൂ നിലവിൽ അല്ലേ മെയിൻ പണിക്കാരനായിട്ട്? ആള് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയൊക്കെ നിന്ന് പോയല്ല. കാരണം അന്നത്തെ കാലഘട്ടത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഹരായിരുന്നു ഈ വണ്ടിയൊക്കെ. പക്ഷെ ഇപ്പൊ ഇതൊന്നും കാണാനില്ല. ചിലപ്പോ ഇതൊക്കെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു എത്ര ഉണ്ടാവും ഇതൊക്കെ? പേപ്പറുള്ള വണ്ടികളെ ചുരുക്കം ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നെ ഇത് കാണണമെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോകേണ്ടി വരും ഈ ഒരു വണ്ടി കാണണമെങ്കിൽ. പക്ഷെ ഇത്രയും കണ്ടീഷനൊന്നും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഇത് മോഡിഫൈഡ് ചെയ്യാനുള്ള കാരണം എന്താണ് ശരിക്കും? വിന്റേജ് വണ്ടികള് മോഡിഫൈ ചെയ്ത് നടക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അല്ലേ? അപ്പൊ അതിന്റെ വല്ലാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്തല്ലേ. പിന്നെ ഇത് എന്തൊക്കെയാണ് ഇതിന് മെയിനായിട്ട് ചെയ്തത് വണ്ടി? മെയിനായിട്ട് വേറെ ഓൾട്ടർനേഷൻ വർക്കൊന്നും ചെയ്തു. നമ്മ പെയിന്റിങ്, മെക്കാനിക്കൽ ഭാഗം, പാച്ച് വർക്ക് മാത്രമേ ഇപ്പൊ തീർത്തിട്ടുള്ളൂ. പ്രൈവറ്റ് വണ്ടി ആക്കിയല്ലേ? പഴയ ഒരു വിന്റേജ് ലുക്കിൽ നിർത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വലിയ ആൾട്രേഷനൊന്നും ചെയ്തിട്ടില്ല. പെയിന്റിങ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്തത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം നോക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ബൾബ് സാധാ ഒരു ബൾബൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അല്ലേ? പിന്നെ ഇതിന്റെ എഞ്ചിൻ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു? ഇതാണ് ഇതിന്റെ എഞ്ചിൻ കേട്ടോ. ഇതാണ് എഞ്ചിൻ. വണ്ടി എടുത്ത സമയത്ത് എഞ്ചിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പണി എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ അതൊക്കെ ആകെ പോയി കിടക്കാറുണ്ട്. ഒക്കെ പോയി കിടക്കായിരുന്നല്ലേ? അപ്പൊ ഇത് എഞ്ചിനൊക്കെ പണിത് വന്നപ്പോ എന്ത് റേറ്റ് വന്നിട്ടുണ്ടാവും? 14 രൂപ അല്ലേ? പിന്നെ ഈ ഒരു സമയത്ത് ഇതിന്റെ സ്പെയർ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഈ തൃശ്ശൂർ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഷോപ്പ് മെയിൻ ഷോപ്പുണ്ട്. അവിടെ എല്ലാത്തിന്റെയും സ്പെയർ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. ശരിക്കും ഇതിന്റെ സ്പെയർ ഒന്നും ശരിക്കും ഈ സമയത്ത് കിട്ടേണ്ട അല്ല സംഭവം. സ്വിച്ച് കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിക്കർ ഇതാണ്ട കിക്കർ ചവിട്ടിയാണ് അടിക്കണത്. ജസ്റ്റ് ഒന്ന് അടിക്കാമോ? മിക്കവർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ഒരു ലാംബർട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യണ സംഭവം വണ്ടി ഇത് എനിക്കും അറിയാൻ പാടില്ല സംഭവം. സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്രൽ ആക്കിയിട്ട് ഇതിന്റെ പെട്രോൾ എപ്പോഴും ഓഫ് ചെയ്ത് തരണം. അതിന്റെ പെട്രോളിന്റെ ഇത് നോക്കി കണ്ട, ഇതാണ് പെട്രോൾ ടാങ്ക്. ഇത് ഓഫ് ചെയ്തിരുന്നു അല്ലേ? ഓവർഫ്ലോ അല്ലേ? ഇപ്പൊ ഇത് ഓഫാണ് നടക്കണത്. മുകളിലോട്ട് ആക്കി കഴിഞ്ഞാല് ഓണായി അല്ലേ? ഇത് ഓണായി കഴിഞ്ഞാൽ നേരെ ന്യൂട്രാണ് വണ്ടി. നേരെ അടിച്ച വണ്ടി സ്റ്റാർട്ടായി. ഇതിന്റെ ചാവി ഭാഗം നമ്മള് കണക്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഈ ഒരു വയറ് മുട്ടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. പിന്നെന്ന് പറഞ്ഞാൽ ഇതെന്താ സംഭവം? ഇത് ഹാൻഡ് ബ്രേക്ക് ആണ്. ഇതൊക്കെ വർക്കിംഗ് ആണ്. ഹാൻഡ് ബ്രേക്ക് ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉൾഭാഗത്തോട്ട് വരുമ്പോൾ പറഞ്ഞാൽ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്.
നല്ല രസമായിട്ടുണ്ട് സംഭവം. സീറ്റൊക്കെ ചെയ്ത് ഇവിടെ എന്തെങ്കിലും മാറ്റോ കാര്യങ്ങളൊക്കെ വരും. ഇവിടെ റെക്സിനൊക്കെ അടിക്കാനുണ്ട്. പണികൾ പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ഇവിടെ മുകളിൽ റെക്സിൻ വരാനുണ്ട്, പിന്നെ സൈഡ് ഇവിടെ മാറ്റ് വരാനുണ്ട്. പിന്നെ ഇതിന്റെ ടയറൊക്കെ സാധാ ഓട്ടോറിക്ഷയ്ക്ക് വന്ന ആ ടയർ തന്നെയാണ് കേട്ടോ. പിന്നെ ഏത് മോഡൽ ടയർ? ഇത് അതിന്റെ സൈസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചാലക്കുള്ള അന്വേഷിച്ചപ്പോ ഇല്ല. പിന്നെ തൃശ്ശൂർ എങ്ങനെ പോയി അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പൊ ഇതിന്റെ ടയർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സാധാ ഓട്ടോറിക്ഷയ്ക്ക് വന്ന ടയർ അല്ല ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇനി ഇത് ഓട്ടോറിക്ഷയുടെ ടയർ നമുക്ക് ഇതിന് സൂട്ടാവില്ല. അപ്പൊ ഓട്ടോറിക്ഷയുടെ ടയറിന് സൂട്ടാൻ സാധ്യല്ല. പിന്നെന്ന് പറയുന്നത് ബാക്കിലേക്ക് കുട്ടി പമ്പർമ കയറൊക്കെ ചുറ്റി നല്ല രസമായിട്ടുണ്ട് സംഭവം. പിന്നെ നോക്കി ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ള സ്റ്റിക്കറും ഇതൊക്കെ ചെയ്തപ്പോൾ വണ്ടി ആ ലുക്ക് മാറി. പിന്നെ ബാക്കിലോട്ട് നോക്കി സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല. ഇതൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം. ഇത് വെഡിങ്ങാര് എന്തിലൊക്കെ ചോദിച്ചിരുന്നു? വെഡിങ്ങാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ആരൊക്കെ ചോദിച്ചിരുന്നു? സിനിമ ഫീൽഡിലുള്ളവർ വല്ലവരും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, വണ്ടി ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഇതിപ്പോ മൊത്തത്തില് പണിത് കഴിഞ്ഞപ്പോ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടോ? മൊത്തത്തില് 1,00,000 രൂപയായി. 1,00,000 രൂപ ചെലവ് വന്നിട്ടുണ്ടല്ലേ? 50 രൂപയ്ക്ക് വാങ്ങി 50 രൂപയ്ക്ക് പണിതിട്ടുണ്ടല്ലേ? ഇതിന്റെ വണ്ടിയുടെ പേര് നോക്കി, ഉസ്താദ്. ഈ ഒരു വണ്ടി മിക്കവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവണം. ആ ചാലക്കുടി വാർത്തയിലൊക്കെ ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഇവർ ജസ്റ്റ് ചാലക്കുടിയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്നപ്പോഴാണ് ഈ ചാലക്കുടി ആ ഒരു ലോക്കൽ ന്യൂസ് വന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ ഇതിൻ്റെ മെയിൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് എന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 4 ലിറ്ററോളം ഉണ്ടാവും. ഇത് തുറക്കണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട. ഇതാണ് സംഭവം. ശരിക്കും ലാംബർട്ടയ്ക്ക് ഈ ടാങ്ക് ഇവിടെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ തന്നെയാണല്ലേ? അപ്പോൾ ലാംബർട്ടയ്ക്ക് ശരിക്കും ടാങ്ക് ഈ സൈഡിൽ തന്നെ, ഡ്രൈവറിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. 4 ലിറ്റർ ഏകദേശം വരും ഇതിനകത്ത് പെട്രോള്. ഇത് മൈലേജ് എന്ത് കിട്ടും ഇപ്പോഴത്തെ കണ്ടീഷനിലേക്ക് കൊണ്ടു നടക്കുമ്പോൾ? 22 എന്തായാലും മൈലേജ് കിട്ടുമല്ലേ? പിന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. അത് നോക്കി. അതേപോലെ നമ്മുടെ ബൈക്കിനൊക്കെ വന്നിട്ടൊരു പ്ലഗ്. പിന്നെ ഓയിൽ ഒഴിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതാണ് ഇവിടെയാണ് ഓയിൽ ഒഴിക്കുന്നത്, ഈ ഒരു ഭാഗത്ത്. ഇത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കാം. അതുപോലെ ഇതിൻ്റെ ഫാൻ വന്നത് ഇതാണ്. ഇതിൻ്റെ എയർ ഫിൽറ്റർ വിട്ടിരിക്കണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ വന്നത് ഇവിടെ നിന്നാണ്. മീറ്റർ ഭാഗം എന്ന് പറഞ്ഞത് ഇതാണ്. നോക്കി, ഇതാണ് ഇതിൻ്റെ മീറ്റർ ഭാഗം. ആ മീറ്റർ ഭാഗം കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് സംഭവം. പിന്നെ ഇതിൻ്റെ സൈലൻസർ വന്നേക്കണണ്ട. സാധാ സൈലൻസർ പോലെ അല്ല സംഭവം. നോക്കി, അവിടെ നിന്ന് ഒരു വലിയൊരു കുഴൽ വന്ന് കഴിഞ്ഞിട്ട് നേരെ അത് ഇവിടെ ഒരു ബെൻറ്റും ഇത്തിരി കനത്തിലുള്ള ഒരു പൈപ്പും വന്നിട്ടുണ്ട്. പിന്നെ നീട്ടത്തിൽ ഒരു പൈപ്പ് നേരെ വന്നിട്ടുണ്ട്. ഹൗസിങ് കണ്ട, ലീഫൊക്കെ നോക്കി. ചെറിയ ഹൗസിങ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ലാംബർട്ടയുടെ ഈ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, തകിട് കാര്യങ്ങളൊക്കെ നല്ല ബലത്തിലുള്ള തകിടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സൈഡൊക്കെ ആയാലും നല്ല ബലമാണ് സംഭവം. ഇപ്പോഴത്തെ ആ ഒരു ഓട്ടോറിക്ഷയുടെ ആ ഒരു മെറ്റീരിയൽസ് ഒന്നും അല്ല ഇതിന് ഉപയോഗിച്ചുള്ള. കമ്പിയൊക്കെ നല്ല ബലത്തിലുള്ള കമ്പിയാണ് ഉപയോഗിച്ചത്. അതേപോലെ ഇതിൻ്റെ മോൾ ഭാഗം നല്ല തകിട് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. നല്ല തകിട് തന്നെയുണ്ട് സംഭവം. കാണാനും ഭംഗിയുണ്ട് സംഭവം. നല്ല സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷയുടെ ഒക്കെ മുകളിൽ വന്നത് മറ്റേ സാധാ മാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള. പക്ഷെ ഇത് നല്ല തകിടാണ് വന്നത്. ഇത് നോക്കി കണ്ട. പിന്നെ ഇതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് വരുന്നത് 2024, ടാക്സ് വരുന്നത് 2025, ഇൻഷുറൻസ് വരുന്നത് 2021 ഒക്ടോബർ അല്ലേ? അപ്പൊ ഈ ടെസ്റ്റിനൊക്കെ ചെല്ലുമ്പോ ഈ കളർ അടിച്ചോണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യമൊക്കെ ഉണ്ടാവും. ഈ കളർ തന്നെയാണല്ലേ? അപ്പൊ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ കളർ അടിച്ച് കഴിയുമ്പോ വണ്ടി വെറൈറ്റി ലുക്കായി സംഭവം. കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു വണ്ടിയുടെ ലുക്ക് മനസ്സിലാവണം കേട്ടോ.
പിന്നെ ഇത് പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ആൾക്കാരെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എല്ലാവരും നോക്കിയിട്ട് പോകും എന്തോ ഏതോ വണ്ടിന്ന് ഇപ്പോഴത്തെ ആർക്ക് അറിയില്ല. അതെന്താ സംഭവിച്ചില്ല? പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, അവരൊക്കെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെ എവിടെ നിന്ന് കിട്ടി അതൊക്കെ ചോദിക്കാറുണ്ട്. പുതിയ ആൾക്കാർ ഇത് പഴയ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ടില്ലേ, അതാണോ എന്നൊരു ഡൗട്ട്. അത് ആൾക്കാർക്ക് എന്താ സംഭവിച്ചത്, ഈ ഒരു വണ്ടി മിക്കവരും യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും ഇതിനകത്ത് 1-2 പ്രാവശ്യം ഇതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ വണ്ടി കാണാണ്ടായി, ആകെ അന്യം നിന്ന് പോയ ഒരു അവസ്ഥയിലായിരുന്നു ഈ വണ്ടി. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ടുണ്ടാവും. പിന്നെ പോലീസുകാരെങ്ങനെ എന്തെങ്കിലും വല്ല വിഷയം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന? അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നിലവിലപ്പ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഇല്ല അല്ലേ? പിന്നെ ഒരു ലാംബർട്ടയ്ക്ക് മാത്രം കണ്ടിരുന്ന ഒരു സംഭവം ഉണ്ട്, ഈ ഒരു ഏണി കണ്ട. വർഷങ്ങൾക്ക് മുന്നാണ് ലാംബർട്ടയിൽ യാത്ര ചെയ്തത്. അപ്പൊ ഇന്നൊന്ന് കയറി നോക്കട്ടെ ലാംബർട്ടയിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരു ലാംബർട്ട ഇന്ന് കൊടുക്കാനുള്ളൊരു സെറ്റപ്പിലൊക്കെ ആണെങ്കിലും കൊടുക്കായിരിക്കൂല ചേട്ടാ? കൊടുക്കും. അപ്പോൾ ഈ ലാംബർട്ട വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലാംബർട്ട വാങ്ങാം. എന്നാലും ഒരു റിസോർട്ടിൽ ഇട്ടേക്കാണ്. താല്പര്യക്കാർ ആരും പറയുകയാണെങ്കിൽ കൊടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും.